താന്തോന്നിയും പെണ്ണും ഭാഗം 8. ഹരിയും നിത്യയും കൂടി പാറുവിൻ്റെ മുഖത്ത് വെള്ളം കുടഞ്ഞതും കണ്ണുകൾ ചിമ്മി തുറന്നവൾ. നല്ല പനിയുണ്ടല്ലോ ഹരിയേട്ടാ. പാറുവിൻ്റെ നെറ്റിയിൽ കൈവച്ച് നോക്കി നിത്യ പറഞ്ഞതും ഹരിയും നെറ്റിയിൽ കൈവച്ചു. നല്ല ചൂടുണ്ട് പാറു, മോളെ പാറു. ഹരി മെല്ലെ കവിളിൽ തട്ടി വിളിച്ചത് കവിളിലെ വേദനയിൽ അവൾ മുഖം ചുളിച്ചു. ഹരിയേട്ടാ, കവിളിൽ തട്ടല്ലേ, ഇന്നലെ അപ്പച്ചി പാവത്തിനെ കുറെ തല്ലി. കണ്ടില്ലേ 2 കവിളിലും അടികൊണ്ട് തിണർത്തു കിടക്കുന്നത്. വേദന കാണും. നിത്യ പറയുമ്പോഴാണ് ഹരിയും പാറുവിൻ്റെ കവിൾ ശ്രദ്ധിച്ചത്. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് മുറുകി. അപ്പച്ചിക്ക് എന്തിൻ്റെ കുഴപ്പമാ? അവൾ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇത് മനഃപൂർവ്വം അവർ തന്നെ ചെയ്തതാകും. അതിനുള്ളത് ദേവൻ കൊടുത്തോളും. ഹരി ദേഷ്യത്തോടെ പറഞ്ഞതും നിത്യയും അതെ എന്ന അർത്ഥത്തിൽ തലയനക്കി. മോളെ പാറു, കണ്ണു തുറന്ന് ഹോസ്പിറ്റലിൽ പോകാം. ഹരി വിളിച്ചതും പാറു പതിയെ വീണ്ടും കണ്ണുകളൊന്ന് ചിമ്മി തുറന്നു. നിത്യേച്ചി, ആരോ വിളിക്കുന്നത് കേട്ട് നിത്യ തിരിഞ്ഞു നോക്കിയതും മുറിക്ക് പുറത്ത് നിൽക്കുന്ന ദീപുവിനെയും ശാരിയെയുമാണ് കണ്ടത്. കൈ കാണിച്ച് അകത്തേക്ക് വരാൻ പറഞ്ഞതും അവർ അകത്തേക്ക് കയറി. പാറു ആയാസപ്പെട്ട് എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കുന്നവളെ താങ്ങി പിടിച്ചു ശാരി. ഹരിയേട്ടാ, ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക, ദേവൻ വിളിച്ചിരുന്നു. ഹരിയോട് അത്രയും പറഞ്ഞുകൊണ്ട് ശാരിയും ദീപവും കൂടി പാറുവിനെ മെല്ലെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവതില്ലാതെ ആകെ ക്ഷീണിച്ചു വശം കെട്ടുപോയവൾ. ദീപുവേട്ടാ, അവിടുള്ളവരൊക്കെ എന്താ ദുഷ്ടരാ. ഒരു മനുഷ്യജീവനല്ലേ ഇത്? ഇങ്ങനെ തിരിഞ്ഞു പോലും നോക്കാതെ എങ്ങനെ മനസ്സ് തോന്നുന്നവർക്ക് ഇങ്ങനൊക്കെ ചെയ്യാൻ? ലക്ഷ്മി ആൻറ്റിക്കും ഇത്ര ദേഷ്യമോ പാറുവിനോട്? അവരിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഡ്രിപ്പിട്ട് കിടത്തിയേക്കുന്ന പാറുവിനെ നോക്കി ശാരി പറഞ്ഞതും ദീപു നെടുവീർപ്പിട്ട് ഫോണെടുത്ത് പുറത്തേക്കിറങ്ങി. ചേച്ചി. മെല്ലെ കണ്ണുകൾ തുറന്നവൾ പതിഞ്ഞ ശബ്ദത്തിൽ അടുത്ത ഫോൺ നോക്കിയിരിക്കുന്ന ശാരിയെ വിളിച്ചു. ആ, ഉണർന്നോ? ഇപ്പോൾ എങ്ങനെയുണ്ട് പാറു? കുഴപ്പമില്ല ചേച്ചി. സമയം കഴിഞ്ഞിട്ട് നിന്നെ കാണാതെ നിത്യേച്ചി വന്ന് നോക്കുമ്പോൾ പനിച്ച് പൊരിഞ്ഞ് കിടക്കുക. അപ്പോഴും ഞങ്ങൾ അങ്ങോട്ട് വന്നത്. പാറു ഒന്നും മിണ്ടിയില്ല. തല താഴ്ത്തി അങ്ങനെ ഇരുന്നു. ഇതുവരെ അവളെ ദേവനൊന്ന് തിരക്കുക പോലും ചെയ്തില്ലല്ലോ, ഒന്ന് വിളിച്ചതുമില്ലല്ലോ എന്നൊക്കെയായിരുന്നു അവളുടെ മനസ്സിൽ. കഞ്ഞി വാങ്ങിയോ ഏട്ടാ? അകത്തേക്ക് കയറി വന്ന ദീപുവിനോടായി ശാരി ചോദിച്ചതും കയ്യിലിരുന്ന ചെറിയ തൂക്കുപാത്രം അവളുടെ നേർക്ക് നീട്ടി. പാറു, കഞ്ഞി കുടിക്കാൻ, ഞാൻ ബില്ലടച്ചിട്ട് വരാം, എന്നിട്ട് പോകാം, ദീപു പാറുവിനോട് പറഞ്ഞു. ഞാൻ കാരണം നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായല്ലേ ദീപു ഏട്ടാ? പാറു അവരെ നോക്കി സങ്കടത്തോടെ പറഞ്ഞതും ദീപു അവളെ നോക്കി കണ്ണുരുട്ടി. ദേ പെണ്ണെ, ഒറ്റ വീക്കങ്ങ് വെച്ച് തരും, പറഞ്ഞില്ലെന്ന് വേണ്ട. ദാ കഞ്ഞി കുടിക്കും, ശാരി പറഞ്ഞുകൊണ്ട് ഒരു സ്പൂൺ പൊടിയരിക്കഞ്ഞി പാറുവിന് നേരെ നീട്ടിയതും അവൾ ആ നീട്ടിപ്പിടിച്ച കൈയിലേക്കും ശാരിയുടെ മുഖത്തേക്കും നോക്കി. ഓർമ്മകളിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞ് ചുണ്ടുകൾ വിതുമ്പി. പൊട്ടിക്കരച്ചിലോടെ അവൾ മുഖം താഴ്ത്തിയിരുന്നു. എന്താ പാറു, എന്തിനാ കരയുന്നത്? വെപ്രാളത്തോടെ ശാരി ചോദിച്ചു. ദീപവും അടുത്തേക്ക് ചെന്നു. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തിന് ശേഷം ഇങ്ങനെ എനിക്കായി ആഹാരം നൽകുന്നത് ചേച്ചിയാണ്. ആരും ഇന്നുവരെ എനിക്ക് ഒരു പിടി വാറ്റുപോലും സ്നേഹത്തോടെ വച്ച് നീട്ടിയിട്ടില്ല. ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടില്ല, സ്നേഹിച്ചിട്ടില്ല. എല്ലാം എന്നിൽ നിന്ന് നഷ്ടമായിപ്പോയി. അവരുടെ മരണത്തോടെ എന്നെ തനിച്ചാക്കിപ്പോയവർ. പാറുവിൻ്റെ മനസ്സിലെ അടക്കിപ്പിടിച്ച വേദനകൾ പുറത്തേക്ക് ഒഴുകി തുടങ്ങിയതും ദീപു അവളെ ചേർത്ത് പിടിച്ചു. എന്ത് പറഞ്ഞാശ്വസിപ്പിക്കും? ബാല്യത്തിലെ ജീവിതത്തിൻ്റെ നിറങ്ങൾ നഷ്ടപ്പെട്ടു പോയവൾക്ക് ഒരു പിടി അക്ഷരങ്ങൾ കോർത്തിണക്കിയ വാക്കുകളൊന്നും ഒരു ആശ്വാസമാകില്ല. ശാരിക്കും അവളുടെ വാക്കുകൾ സങ്കടമായി. ദീപുവേട്ടാ, ദേവേട്ടൻ വിളിക്കാറുണ്ടോ? കണ്ണുകൾ തുടച്ചവൾ എന്തോ ഓർത്തതുപോലെ ആകാംക്ഷയോടെ ചോദിച്ചതും ദീപുവും ശാരിയും പതിഞ്ഞൊന്ന് ചിരിച്ചു. പിന്നെ അവൻ ഡെയിലി വിളിക്കാറുണ്ട്. എന്താ പാറു? ദീപു ചോദിച്ചുകൊണ്ട് അവളെ നോക്കിയപ്പോൾ തല വിലങ്ങനെ ചലിപ്പിച്ചുകൊണ്ട് മുഖം താഴ്ത്തി. എന്നെ മാത്രം വിളിക്കാത്തതെന്താ? ഞാൻ ആരാ ദേവേട്ടൻ്റെ? പാറുവിൻ്റെ കണ്ണ് പിന്നെയും നിറഞ്ഞു. കഞ്ഞിയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദീപു ബില്ലൊക്കെ അടച്ചു വന്നു. അപ്പോൾ തന്നെ അവർ ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി. കാറിലിരിക്കുമ്പോൾ പാറു ഒന്നും തന്നെ മിണ്ടിയില്ല. വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നു. എന്നാലും അപ്പച്ചിക്ക് എന്നോടെന്തിനാ ഇങ്ങനെ ദേഷ്യം? ഞാൻ ആരെയും ഇന്നുവരെ ഉപദ്രവിക്കാൻ വന്നിട്ടില്ല. എന്നിട്ടും ഞാൻ അനാഥയായതുകൊണ്ടാകും. ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ, എന്തും ചെയ്യാം.
ഉണ്ടച്ചോറിന് നന്ദികേട് ഇതുവരെ കാണിച്ചിട്ടില്ല. അവൾ വെറുതെ ഓർത്തിരിക്കുമ്പോഴാണ് പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ കൂടിയാണ് കാർ സഞ്ചരിക്കുന്നതെന്ന് കണ്ടത്. ദീപു ഏട്ടാ, ഇതെവിടേക്കാ പോകുന്നത്? ചേച്ചി, നമ്മൾ എവിടെ പോകുക? പാറു ദീപുവിനോടും ഒപ്പം കോ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ശാരിയോടും ചോദിച്ചു. അവർ അവളെ നോക്കി ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. പിന്നെയും ആകാംക്ഷ അടക്കാൻ കഴിയാതെ പാറു ചോദിച്ചെങ്കിലും രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. പിന്നീട് പാറു ഒന്നും ചോദിക്കാനേ പോയില്ല. പുറത്തേക്ക് നോക്കിയിരുന്നവൾ എപ്പോഴോ ഉറങ്ങിപ്പോയി. വണ്ടി നിർത്തി ശാരി വിളിക്കുമ്പോഴാണ് പാറു ഉണരുന്നത്. കണ്ണു തിരുമ്മി ചുറ്റും നോക്കിയവളുടെ കണ്ണു മിഴിഞ്ഞു. ചേച്ചി, ഇതെവിടെയാ? പാർക്കിംഗ് ഏരിയയിൽ നിരന്നു കിടക്കുന്ന കാറുകൾ കണ്ടു പാറു ചോദിച്ചു. നീ വാ പാറുവേ, എന്താ നിനക്ക് പേടിയുണ്ടോ? ദീപു ചോദിച്ചതും അവൾ ചിരിച്ചുകൊണ്ട് അവരുടെ ഒപ്പം നടന്നു. ദീപു ഏട്ടാ, ഇതേതാ സ്ഥലമെന്നെങ്കിലും ഒന്ന് പറ. പാറു ചുറ്റും കണ്ണുകൾ പായിച്ചു. കൊച്ചിയോ? എന്തേ, കേട്ടിട്ടില്ലേ? ഉണ്ട്. ഇവിടിപ്പോൾ വന്നതെന്തിനാണ്? ഇവിടെ ആരാ ഉള്ളത്? ലിഫ്റ്റ് ഇറങ്ങി നടക്കുമ്പോൾ പാറു വിടാൻ ഭാവമില്ലാതെ തന്നെ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഒന്നടങ്ങ് പാറു. വാടിത്തളർന്ന് കിടന്നവൾ ഒരു ഡ്രിപ്പ് കയറിയപ്പോൾ തുള്ളിച്ചാടാൻ തുടങ്ങി. പതിയെ ദീപു വിഷയത്തിൽ നിന്ന് തെന്നി മാറി. 3 പേരും നേരെ ചെന്ന് നിന്നത് അസറ്റ് ഹോമിൻ്റെ 6ാമത്തെ നിലയിലുള്ള ലക്ഷറി ഫ്ലാറ്റിൻ്റെ മുന്നിലാണ്. സംശയം വിട്ടുമാറാത്ത മുഖത്തോടെ പാറു അവർക്ക് പിന്നാലെ നിന്നു. ദീപു കോളിംഗ് ബെൽ അമർത്തിയതും കുറച്ച് നിമിഷങ്ങൾക്കകം ഡോർ ലോക്ക് മാറ്റുന്ന ശബ്ദം കേട്ടു. തുടരും. കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കല്ലേ കൂട്ടുകാരെ. കഥയുടെ പുതിയ ഭാഗം നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.